ET സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകിയെങ്കിലും ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. 24,311 എന്ന റേഞ്ചിലായിരുന്നു ഓപ്പണിംഗ് നൽകിയത്. തുടർന്ന് 24,500 ബ്രേക്ക് ചെയ്ത് 24,589 എന്ന റേഞ്ചിലേക്ക് പോയിരുന്നു ആദ്യ മണിക്കൂറുകളിൽ. പിന്നീട് അവിടുന്ന് ഇടിയുകയും 24,238 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റി 50യിൽ 18 ഓഹരികളാണ് അവസാന മിനിറ്റുകളിലും ഒരു നേട്ടം നിലനിർത്തുന്നുള്ളൂ. 32 ഓഹരികളും ഒരു റെഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദാനി പോർട്സിനാണ് ഇന്ന് ഏറ്റവും അധികം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. നല്ല നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലുള്ള ഓഹരികൾ നേട്ടം നിലനിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് JSW സ്റ്റീലാണ് ഏറ്റവും അധികം ഒരു ഡ്രാഗ് ചെയ്തെന്ന് പറയാം. 6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഓട്ടോ ഓഹരികളൊക്കെ തന്നെ ഇന്ന് ചുവപ്പിലാണ് ട്രേഡിംഗ് നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓട്ടോ സെയിൽസ് നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തെ. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് ഓട്ടോ ഓഹരികളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പ്രധാനപ്പെട്ട റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് അദാനി എൻ്റർപ്രൈസ് ഇന്നിപ്പോൾ ഒരു അവസാന നിമിഷങ്ങളിൽ 0.36% ഒരു നഷ്ടത്തിൽ 2,293 എന്നുള്ളൊരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ലാഭത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. 752% ഒരു ഇയർ ഓൺ ഇയർ വളർച്ചയാണ് ലാഭത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ അത് അദാനി വിൽമറിൻ്റെ ഒരു പാർട്ട് സ്റ്റേക്ക് സെയിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ലാഭം അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. 3,286 കോടി രൂപയുടെ ഒരു ലാഭമാണ് ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുന്നത് വഴി അദാനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദാനിയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിലൊരു ഫ്ലാറ്റ് നമ്പേഴ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എങ്കിലും അവരുടെ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ എബിഡ നോക്കുന്ന സമയത്ത് 19% ഇയർ ഓൺ ഇയർ വളർച്ച കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നോക്കുമ്പോൾ എയർപോർട്ട് ഡിവിഷനിലൊക്കെ തന്നെ നല്ല സ്ട്രോങ് റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. റോഡ് സെഗ്മെന്റിൽ 144% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മൈനിങ് സർവീസിൽ 30% ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവനായിട്ടുള്ള പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 2% മുന്നേറ്റമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡയിൽ ഒരു 26% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ നോക്കുന്ന സമയത്ത് 2 മടങ്ങ് വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഈ അദാനി എൻ്റർപ്രൈസിൻ്റെ റിസൾട്ടുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു എക്സെപ്ഷണൽ ഗെയിൻ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് കമ്പനി റിലീസ് ചെയ്തിരിക്കുന്നത്. അദാനിയുടെ റിസൾട്ടിനെ സംബന്ധിച്ച് ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അദാനിയുടെ റിസൾട്ട് ഇപ്പോൾ എക്സെപ്ഷണൽ ഗെയിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദാനി വിൽമറിൻ്റെ ആ ഒരു സ്റ്റേക്സിൽ തന്നെയാണ് ഇതിനകത്ത് സൂചിപ്പിച്ചേക്കുന്നത്. പിന്നെ അദാനിയുടെ ഒരു നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ജമ്പിലൊരു 752% ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു വൺ ടൈം ഗെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇനി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നോക്കേണ്ട റവന്യൂ ഒരു ഡ്രോപ്പ് ചെയ്തേക്കുന്ന ഒരു കൺസേൺ തന്നെയാണ്. 8% ഒരു റവന്യൂ ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്ന ആക്ച്വലി അതിൻ്റെ ഒരു സൂചന തന്നെയാണ്. നോക്കുകയാണെങ്കിലും ഇനി 10,000 കോടി ഒരു ഫണ്ട് റൈസ് പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതിനനുസരിച്ചിരിക്കും അദാനി എൻ്റർപ്രൈസസിൻ്റെ മുന്നോട്ടുള്ളൊരു നീക്കുപോക്കുകൾ വരിക. നോക്കിയാലും ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അത് എക്സിക്യൂട്ടീവ് ലെവലിൽ എത്തണം. പിന്നെ ഫണ്ട് റൈസിങ് പ്ലാനിനെ അനുസരിച്ചിരിക്കും. പിന്നെ ഗ്ലോബലായിട്ട് ഉള്ള ട്രേഡ് വാറിൻ്റെ ആ ഒരു നടക്കുകയാണെങ്കിൽ ആ ഒരു താരിഫിൻ്റെ വാറിൻ്റെ ഒരു സംഭവത്തിലൊരു അനിശ്വാസം മാറുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആകുന്ന സാധ്യതയുള്ളൊരു സ്റ്റോക്ക് കൂടിയാണിത്. നമ്മൾ ഈ ഫണ്ട് റൈസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ അദാനിയുടെ ഫണ്ട് റൈസിങ് വരുന്ന സമയത്തൊക്കെ അവർക്കൊരു എപ്പോഴും ഒരു തടസ്സങ്ങൾ നേരിടാറുണ്ട്. അവർ ആദ്യമായിട്ട് FPO അനൗൺസ് ചെയ്ത സമയത്താണെങ്കിലും പിന്നീട് അവർ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു ഹിൻഡൻബർഗിൻ്റെ സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് പൊതുവേ അവർ വലിയൊരു എമൗണ്ട് ഫണ്ട് റൈസിങ് അനൗൺസ് ചെയ്ത സമയത്തൊക്കെ പൊതുവേ അവരൊരു തടസ്സങ്ങൾ എപ്പോഴും നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം വലിയ കറക്ഷനൊക്കെ നമ്മൾ അദാനിയുടെ ഓഹരികളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദാനിയുടെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ബ്രോക്കറേജസുകളൊന്നും തന്നെ വലിയ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്കത്ര ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് അദാനി എൻ്റർപ്രൈസിനെ കണക്കാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ല. ഇപ്പം ഹിൻഡൻബർഗിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചതെങ്കിൽ അത്തരം ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി മാറിയിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരണം മാറിയിട്ടുണ്ട് അമേരിക്കയിൽ. ഹിൻഡൻബർഗ് തന്നെ പിരിച്ചുവിട്ടിട്ടുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ വരും. ഇപ്പം അദാനി എന്ന് പറയുമ്പം ഇന്ത്യയിലെ ബേസ് ഇൻഡസ്ട്രീസിലാണ് കൂടുതലായിട്ടും
പ്രവർത്തിക്കുന്നത്. അപ്പം അദാനിയുടെ ഒരു വളർച്ച രാജ്യത്തിന് നേട്ടമുണ്ടാകാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അത്തരം കാര്യങ്ങൾ പോകുമ്പോൾ രാഷ്ട്രീയ ചായ്വുകളൊക്കെ തോന്നാം. അതുകൊണ്ട് അത്തരം കമ്പനികൾ ഞാൻ നടത്തുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അദാനി എൻ്റർപ്രൈസസിൻ്റെ ഫണ്ട് റൈസിങ് പ്ലാൻ അവരെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. FPO, ഇന്ത്യ ആയിട്ടുള്ള ഏറ്റവും വലിയ FPO പ്ലാനാണ് ഹിൻഡൻബർഗിന്. കാരണം അവരത് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കത് സാധിച്ചിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ഒരു എത്തിക്കൽ ആൻഡ് മോറൽ ആയിട്ടുള്ള ഒരു ഘടകങ്ങളെ മുൻനിർത്തിയാണ് അവരത് വിഡ്രോ ചെയ്തത്. പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിച്ചപ്പോൾ അവർ കുറേയൊക്കെ അവർ കൺസോൾട്ടേഷൻ ശ്രമിച്ചിട്ടുണ്ട്, ഡെറ്റ് കൺസോൾട്ടേഷൻ ശ്രമിച്ചിട്ടുണ്ട്, ഇച്ചിരി ബെറ്ററായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിലും ഈ ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആ ഒരു എക്കണോമിക് കോറിഡോർ ഇപ്പോൾ ഇന്ന് നടന്നപ്പോഴും വിഴിഞ്ഞം തുറമുഖത്തിന് അദാനി പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് 3rd മില്ലേനിയത്തിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗേറ്റ് വേ ആയിട്ടാണ് വിഴിഞ്ഞം പോർട്ടിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം അദാനി ഒരു ക്രൂഷ്യൽ പ്ലെയറാണ്. ആ ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നുള്ള ഒരു കോറിഡോറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നപ്പോഴാണ് അവിടെ ഇസ്രായേലിൽ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയ അത്തരം കാര്യങ്ങളൊക്കെ. അതൊക്കെ വലിയ വലിയ ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങളാണ്. അതേ സെയിം പാറ്റേൺ വേണ്ടി ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കാര്യം പഹൽഗാം ഉണ്ടാകുന്നതിന് മുന്നേയും അദ്ദേഹം പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിൽക്കുന്ന സമയത്താണ് ആ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പം അതിനകത്തൊക്കെ ചില കോയിൻസിഡൻസ് വേണമെങ്കിൽ ആ ഒരു പാറ്റേൺ വായിച്ചെടുക്കാൻ കഴിയും. കാര്യം വെച്ചാൽ അദ്ദേഹം അവിടെ പോയപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദർശനങ്ങൾ അജണ്ടകളൊന്നും ഈ എക്കണോമിക് കോറിഡോർ ശരിയാക്കുന്നതായിരുന്നു. സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഫണ്ട് റൈസിംഗ് പ്ലാന് അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ട്രേഡ് വാറിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുകയാണല്ലോ. ഇപ്പം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിലും ഇൻ്ററിം ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് ആദ്യം എത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പിന്നെ അവർ തന്നെ പറയുന്നത് ജപ്പാനും സൗത്ത് കൊറിയ ആയിരിക്കാം ട്രേഡ് എഗ്രിമെൻറ്റിലോട്ട് പോകാൻ മുന്നേ സാധ്യതയുള്ളൂ. അപ്പോൾ അത് വരികയായിട്ടുള്ളത് സംബന്ധിച്ച് ഗുണകരമായി ഭവിക്കാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണത്. ഓക്കെ, ഇപ്പോൾ അദാനി പോർട്സിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് ഇന്ന് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 4% ഒരു മുന്നേറ്റത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി പോർട്സിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ഇയർ ഓൺ ഇയറിൽ 50% മുന്നേറ്റം ഒരു പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനം നോക്കുമ്പോഴും 23% ഒരു മുന്നേറ്റമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല അവരെ സംബന്ധിച്ച് FY25 11,000 കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് FY25 രേഖപ്പെടുത്താൻ ആ 11,000 കോടി രൂപ എന്നുള്ളൊരു മാർക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 450 മില്യൺ മെട്രിക് ടൺ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ അദാനി പോർട്സിനെ സംബന്ധിച്ച് അവർ വളരെയധികം ബിസിനസ്സിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സോ അദാനി പോർട്സിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ബേസിൽ ഇപ്പോൾ അവരുടെ ലോജിസ്റ്റിക് വോളിയം ആണെങ്കിലും അതോടൊപ്പം തന്നെ കാർഗോ ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്പേഴ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ അദാനി പോർട്സിൻ്റെ ഒരു റിസൾട്ടിനെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ സ്ട്രോങ് നമ്പേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അക്രോസ് ഓൾ മെട്രിക്സ് നോക്കുമ്പോഴും അതിപ്പം എബിറ്റ ആയാലും റവന്യൂ ആയാലും പ്രോഫിറ്റ് ആയാലും 2 ഡിജിറ്റ് അല്ല പ്രോഫിറ്റിലൊക്കെ 50% ഉള്ളുമ്പോഴുള്ള ഇത് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതൊരു സോളിഡ് പെർഫോമൻസ് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിസഷൻ ഫിയേഴ്സ് നിൽക്കുന്നത് ഗ്ലോബൽ ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ളത് ഇവർക്കൊരു തിരിച്ചടിയാകാൻ സാധ്യതയുള്ളൊരു ഷെയർ തന്നെയാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ മുന്നേറുള്ള പ്രധാനപ്പെട്ട കാരണം US ചൈന തമ്മിലുള്ള അതായത് ചൈന പോസിറ്റീവായിട്ട് ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം US ഭാഗത്തു നിന്നുള്ള നെഗോസിയേഷന് വേണ്ടിയിട്ട് ടേബിളിൽ ഇരിക്കാം, ചർച്ച ചെയ്യാം, ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു ഓഹരിയാണ്. പിന്നെ ഇന്ന് റിസൾട്ടിൻ്റെ മാത്രമല്ല, ഇപ്പം നമുക്ക് വിഴിഞ്ഞും അവരെ സംബന്ധിച്ചൊരു ഗെയിം ചേഞ്ചറാണ്. അവരുടെ മാർക്കറ്റ് പൊസിഷൻ, അദാനി പോർട്ടിൻ്റെ ഒരു മാർക്കറ്റ് പൊസിഷൻ വളരെയധികം ശക്തമാക്കുന്നൊരിതാണ്. കൂടുതൽ സ്ട്രാറ്റജിക് ലൊക്കേഷനിലുള്ളതും അവിടെ വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇതാണ്, ഇൻഫ്രാസ്ട്രക്ചറാണ് അദാനി പോർട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവർ പ്രോഫിറ്റബിലിറ്റിനെ ഓവറോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ചേഞ്ചറായുള്ള പ്രോജക്റ്റ് ആയിരിക്കും വിഴിഞ്ഞ അവരെ സംബന്ധിച്ചും. പിന്നെ അതിൻ്റെ ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കേണ്ടതുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം ഫീഡർ വെസൽസിൻ്റെയൊക്കെ കുറച്ച് മതി, നേരിട്ട് തന്നെ മദർഷിപ്പുകൾക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ പക്ഷേ റെയിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറോട് അവിടെ വളരെ എളുപ്പത്തിൽ വരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയൊരു നേട്ടം വേണമെങ്കിൽ ആ അവരെ സംബന്ധിച്ച് പോകാം. പക്ഷേ ഗവൺമെൻറ്റും ബാക്കിയുള്ളവരെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതായത് ലോങ് ടൈമിലേക്ക് ഇപ്പം നേരത്തെ പറയാം ഹിൻഡൻബർഗിൻ്റെ ഇത് വന്ന സമയത്തും ആദ്യം തിരിച്ചു കയറിയതും ഹിൻഡൻബർഗ് ഇത് ചെയ്തതിനെക്കാട്ടും ഇപ്പം മേളിൽ 50% മേളിൽ നിൽക്കുന്ന ഒരു ഓഹരിയാണ്. അവർ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിസിബിളാണ് അവർ അതിൻ്റെ അകത്തെ ആ ഒരു മാർക്കറ്റ് ഷെയർ, അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്.
ലോങ് ടൈമിലേക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ ഈ ഗ്ലോബൽ ട്രേഡ് വാർ കാര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യ പാക്കിൻ്റെയൊക്കെ നിൽക്കുമ്പം അതൊക്കെ നേരിട്ട് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിയാൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണല്ലോ നമ്മൾ. മാർക്കറ്റിൻ്റെ അണ്ടർലൈങ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബുള്ളിഷ് ആണ്. ഒപ്റ്റിമിസം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബുള്ളിഷ് ആ രീതിയിൽ കണക്കൂട്ടി പോകുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഒരു 5 ട്രില്യൺ ആകും. ഇന്ത്യക്ക് വളരെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിലൂടെ ഉദ്ദേശിക്കുന്ന അണ്ടർലൈൻ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ചൈനയ്ക്ക് ബദലായിട്ട് ഒരു എക്സ്പോർട്ടിങ് ഹബ്ബായിട്ട് വളരാൻ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരിലൂടെയാണ് രാജ്യം വളരാൻ പോകുന്നത്, അത് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഈ ട്രേഡ് വാറിൻ്റെ ഇതുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, ഇന്ത്യ പാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. കാര്യം ട്രേഡിനെ എല്ലാം അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ലോങ് ടൈമിലേക്ക് അപ്പോൾ അതിൻ്റെ വളരെ പ്രകടമായിട്ടുള്ള രുമാബയൊക്കെ റേറ്റിംഗ് നൽകിയിരിക്കുന്നത് 50% അബോവുള്ള ടാർഗറ്റ് പ്രൈസ് 1800 രൂപയൊക്കെ മറികടന്ന് പോകുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അദാനി വിഴിഞ്ഞം വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ, അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ഇമ്പ്രൂവ് കൊടുക്കും, മാർക്കറ്റ് പൊസിഷനിൽ കൊടുക്കും, എല്ലാ രീതിയിലും വളരെയധികം സ്ട്രോങ് ആയിട്ട് റവന്യൂ ഗ്രോത്ത് നൽകുന്ന ഘടകങ്ങളാണ്. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ റോഡ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുടെ ടൈമിൽ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഫുൾ ഓപ്പറേഷൻ, അതായത് ഫുൾ കപ്പാസിറ്റിയിൽ ചെയ്യണം. ഇപ്പം ട്രയൽ റണ്ണിലൊക്കെ നമ്മളത് കണ്ടു. പക്ഷേ വളരെ ഇതായിട്ട് ചെയ്യുമ്പോൾ, വളരെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ അതിനോട് പിടിക്കാൻ പറ്റണം. പിന്നെ സെക്കൻഡ് തേർഡ് ഫേസുകളോടൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ കരിച്ച് പ്രധാനമന്ത്രി മോദി തന്നെ 2 പോയിൻ്റാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 3ാം മില്ലേനിയം, അതായത് ഇപ്പോഴത്തെ മില്ലേനിയത്തിൻ്റെ ഒരു ഗേറ്റ് വേ തന്നെയാണ് അദ്ദേഹം വിഴിഞ്ഞത്തെ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ അവിടെ അദ്ദേഹം ഈ കോറിഡോറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ വരുമ്പോൾ അതിൻ്റെ ഒരു കീ പ്ലെയർ ആയിരിക്കും വിഴിഞ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് വിദേശ നാണയം ഒരുപാട് നേടിത്തരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ നേട്ടം അദാനിക്ക് വേണ്ടി രാജ്യത്തിനും ഉണ്ട്. അതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ലോങ് ടൈമിലേക്ക് വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. ഇവരുടെ കയ്യിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അത്. ആക്ച്വലി ഇപ്പോഴത്തെ അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരത് വളരെ ഫെയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഇപ്പം ഇത് ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ആക്ച്വലി എക്സ്റ്റേണൽ ആണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു വിപണിയിൽ ഫെഡറൽ ബാങ്ക് ഇതേപോലെ റിസൾട്ട് അനൗൺസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ റിസൾട്ട് നമ്പേഴ്സ് നോക്കുമ്പോൾ പ്രോഫിറ്റിലാണെങ്കിൽ 13% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8.3% വർദ്ധിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 3.12% അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ തന്നെ വലിയ തോതിൽ അവർ ബാങ്കിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ അസറ്റ് ക്വാളിറ്റി പരിശോധിക്കുമ്പോൾ അവരുടെ ഗ്രോസ് NPA നോക്കുമ്പോൾ 4553 കോടി രൂപയിൽ 4375 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് NPA നോക്കുന്ന സമയത്തും 1131 കോടി രൂപയിൽ നിന്ന് 1040 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് NPA നല്ല രീതിയിൽ കുറച്ച് തരാൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. പ്രൊവിഷൻസ് കവറേജ് റേഷ്യോ നോക്കുന്ന സമയത്തും 75.37% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ടോട്ടൽ ബിസിനസ് നോക്കുമ്പോൾ അവരുടെ ടോട്ടൽ ബിസിനസ് 5.18 ലക്ഷം കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം 13% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ബാങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് അഡ്വാൻസ് നോക്കുമ്പോൾ 2.35 ലക്ഷം കോടി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ റീറ്റെയിൽ അഡ്വാൻസ് തന്നെ 14% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിങ് ലോൺസ്, ബിസിനസ് ബാങ്കിങ് ലോൺസ് 12% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്പേഴ്സൊക്കെ നല്ലൊരു നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. പക്ഷേ ഇന്നത്തെ ഒരു പ്രകടനത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമുക്ക് ഫെഡറൽ ബാങ്കിൽ കാണാൻ സാധിച്ചത്. ഏകദേശം 4% ഒരു ഇടിവിൽ 189 രൂപ എന്ന റേഞ്ചിലാണ് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ഒരു ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം ടേമിലേക്ക് ഒരു കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വ്യൂ ഉണ്ടാവുക? ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് മാർക്കറ്റ് കഴിഞ്ഞ ഏപ്രിൽ 7-ന് ലോയിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ബാങ്കിങ് സ്റ്റോക്കുകളൊരു മുന്നേറ്റമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിലും പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ നിന്ന് നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. അതിനോട് ചേർന്ന് നിൽക്കുന്നതിനാണ് ഫെഡറൽ ബാങ്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് ബുക്കിംഗ്, പിന്നെ ഇവരുടെ വേജസ്, ചില ബ്രോക്കറേജ് ഫേംസുകൾ ഇവരെ സംബന്ധിച്ച് ചില കൺസേണുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ സെൽ റേറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടിടത്തും അത് രണ്ട് രീതിയിലും വരാം. പക്ഷേ എന്നിരുന്നാലും റിസൾട്ട് നോക്കുമ്പോൾ പൊതുവേ നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ കവറേജ് റേഷ്യോ കൂട്ടിയതൊക്കെ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചാണ്. അതവർ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ടിൽ അവർ സൂചിപ്പിച്ചിരുന്ന കാര്യം, ചില സെക്ടേഴ്സിൽ അവരിത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് വളരെ കൺസർവേറ്റീവായിട്ട് ചെയ്യുന്നതാണ്. അപ്പം താൽക്കാലികമായിട്ടുള്ള ആ ഒരു ഇതിനേക്കാൾ ബാങ്കിൻ്റെ ആ ഒരു ഇത് നോക്കുന്നത് പോസിറ്റീവ് തന്നെയാണ്. അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെട്ടായിട്ട് കാണാം. ബാക്കി എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബ്രോക്കറേജിൻ്റെ ഭാഗത്തുള്ളൊരു ചില കമൻസും പിന്നെ വീക്കെൻഡ് ആയിട്ടുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇതാണ് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ NRI എക്സ്പോഷർ കൂടുതലുള്ളതുകൊണ്ട് ഈ ഗ്ലോബൽ റിസഷനൊക്കെ പറയുമ്പോൾ ഒരു
ഇത് വേണമെങ്കിൽ ചെറിയൊരു രീതി, പക്ഷേ മെയിൻ ബിസിനസ് ഒന്നും അതല്ല. പക്ഷേ എന്നിരുന്നാലും ഗണ്യമായിട്ടുള്ള ഒരു ബിസിനസ് അവിടെ നിന്ന് വരുന്നത് കൊണ്ട് ആ രീതിയിലുള്ളൊരു പറയാം. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ബാങ്കിങ് സെക്ടർ വളരെ സ്ട്രോങ് തന്നെയാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആർ ബി എന്നൊരു മെക്കാനിസം അത് സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഘടകം. കാരണം ഇപ്പം 2008 പോലും ഗ്ലോബൽ റിസഷൻ ഉണ്ടായ സമയത്ത് ഇന്ത്യയിലൊരു ബാങ്കും അങ്ങനെ ഒരു രീതിയിൽ പൂട്ടിപ്പോയില്ല. നമ്മൾ അമേരിക്കയിലൊക്കെ സിലിക്കൺ വാലി ബാങ്കൊക്കെ പോലെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ബാങ്ക് റൺ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആർ ബി എന്നൊരു മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ നോക്കുകയാണെങ്കിലും വലിയ വലിയ റോക്കറ്റ് ലോഞ്ചൊക്കെ നടക്കുമ്പോൾ ISROനെ ഒരുപാട് പേര് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സത്യം പറഞ്ഞ ഒരു അൺസങ് ഹീറോ പോലെ ശരിക്കും മച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷനാണ് ആർ ബി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകം. ആ രീതിയിൽ നോക്കുമ്പോൾ ആർ ബിക്ക് ഇവിടെ നിന്ന് അത്ര രീതിയിലൊരു അപ്രീസിയേഷൻ കിട്ടിയില്ല. പക്ഷേ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഗവൺമെൻറ്റിന് അടുത്തൊക്കെ കൊടുത്തിട്ട് ഡിവിഡൻഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു വിൻഫോൾ ഗെയിൻ ആണ് ആക്ച്വലി. ഗവൺമെൻറ് പ്രതീക്ഷയെക്കാട്ട് കൂടുതൽ ഇത്തവണയും റെക്കോർഡായിട്ട് കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഫെഡറൽ ബാങ്ക് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ സെക്ടറിനെ സംബന്ധിച്ച് അത്ര സ്ട്രോങ് ആയിട്ടൊരു റെഗുലേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ വളരെ കൺസർവേറ്റീവായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടും പ്രത്യേകിച്ചും ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ സെക്ടർ എന്നൊക്കെ ഒരു മാർക്കറ്റാണ് കേരളം. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ട് ഒരു ബിസിനസ് ഉള്ളതും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് റെമിറ്റൻസ് പണിയാണ് മെയിനായിട്ട് NRIൻ്റെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ലോങ് ടൈമിലേക്ക് നമുക്ക് യാതൊരു കുറ്റം അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നപ്പോൾ വേജ് ഹൈക്കൊക്കെ കൂടിയിട്ടുള്ളതിൻ്റെ ഒരു ഇത് ചെറിയ കൺസേൺസ് ഒക്കെയാണ് പറയുന്നത്. ഗ്രോത്തിന് കാണിക്കാനുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ ഇന്ന് എനിക്കൊന്ന് ഫോളോ ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. വീക്കെൻഡ് ആയിട്ടുള്ളതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കോഷ്യസ് അപ്രോച്ച് എടുത്തിട്ടുണ്ടാവും. പിന്നെ മെയിനായിട്ട് എനിക്ക് ബ്രോക്കറേജിൻ്റെ ഭാഗത്ത് ചില നെഗറ്റീവ് കമൻറ്റ്സ് കൺസേൺ വന്നിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ്റെ ട്രാജക്ടറി സംബന്ധിച്ച് അവർ ചില കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പോസ്റ്റ് ചെയ്തതിനെ പറ്റിയിട്ടല്ല, വരുന്ന ആ ട്രാജക്ടറി സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇന്ന് ആ ഒരു കൗണ്ടറിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എറ്റേണൽ ലിമിറ്റ് അല്ലെങ്കിൽ സൊമാറ്റോ പലർക്കും ഇപ്പോൾ എറ്റേണൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവാറില്ല. സൊമാറ്റോ എന്നുള്ള ഒരു സാധനം മാറിയതാണെങ്കിൽ പോലും എറ്റേണൽ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ എറ്റേണലിനെ സംബന്ധിച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആയിരുന്നു അവർ ഇത്തവണ റിലീസ് ചെയ്തിരുന്നത്. പ്രോഫിറ്റിൽ 78% കുറവാണ് ഇത്തവണ ഇയർ ഓൺ ഇയർ ഉണ്ടായിരിക്കുന്നത്. 39 കോടി മാത്രമാണ് ഇത്തവണ പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ. വരുമാനം പക്ഷേ 64% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്തിരിക്കുന്ന അവരുടെ ഹയർ ആയിട്ടുള്ള എക്സ്പെൻസുകളായിരുന്നു. അതായത് അവർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു ക്വാർട്ടറിൽ ചെലവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇത് പ്രോഫിറ്റിൽ വലിയ തോതിൽ അവർ ഇമ്പാക്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എബിഡയും 15% ഇയർ ഓൺ ഇയർ വളർച്ച ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ ഒരു ക്വാർട്ടറിൽ കാര്യമായിട്ടുള്ളൊരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. സ്ലഗിഷ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് എൻവയോൺമെന്റ് ആയിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. മൊത്തത്തിലൊരു നെഗറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു. പാർട്ട്ണർ റെസ്റ്റോറൻറ്റ്സിനെ ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 19,000 ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പ്യൂറെ നമ്മളിത് നോക്കുകയാണെങ്കിലും റവന്യൂ കൂടി പ്രോഫിറ്റ് കുറഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ഒരു പുവർ കോസ്റ്റ് കൺട്രോൾ മെഷർമെൻറ്റ് അതിൽ കാണാം. നിയർ ടൈമിൽ എന്തായാലും ിലേക്ക് വോൾട്ടാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഇവരിപ്പോൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെ വരും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സ്പെൻസിലോട്ട് അവർ കൂടുതൽ കോമ്പറ്റീഷൻ കൂടുന്നത് തന്നെ. അപ്പോൾ അവരതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയർ കരുതി ഇതിൻ്റെ എല്ലാം ബേസിക്കലി വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇവരെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമാണ്. അപ്പം ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടൊരു പ്രഷറുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉള്ളതാണ്. അപ്പം ആ ഒരു അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവർ ഇപ്പം ഓൾറെഡി മാർക്കറ്റിലെ ഈ ഒരു സെഗ്മെൻറ്റിൽ മുൻനിരയിലുള്ളവരാണ്. അപ്പോൾ ആ മാർക്കറ്റ് ഷെയർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റി എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. നിയർ ടൈം എന്തായാലും ഈ ഒരു സ്റ്റോക്കിൽ ഒരുപാട് ഇച്ചിരി പ്രശ്നം തന്നെയാണ്. പ്രശ്നം മീൻസ് അത്ര അട്രാക്റ്റീവ് അല്ല. പക്ഷേ എങ്കിലും ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്ന ബ്രോക്കറേജസും ഉണ്ട്. ഈ ഒരു റിസൾട്ടിന്റെ ബേസിൽ ഈ ഒരു അവസ്ഥ ടെമ്പററി ആണെന്നുള്ളൊരു കൺസേണിൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിൽ സിറ്റി ഒക്കെ എറ്റേണലിൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. എനിക്ക് 290 എന്നുള്ളൊരു റേഞ്ചിലോട്ട് അവർ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റബിലിറ്റിയാണ് മെയിൻ ഘടകം. അപ്പം എപ്പോഴും മാർക്കറ്റിൽ രണ്ട് വ്യൂസ് ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഒരാൾ ബൈ ചെയ്യുമ്പോൾ ഒരാൾ സെല് ചെയ്യും, രണ്ട് തരത്തിലുണ്ടാവും. പക്ഷേ ആ സെന്റിമെന്റ്സിനാണ് ഇമ്പോർട്ടൻറ്റ് വരിക. ബൈ ചെയ്യുന്നവർക്ക് അവരുടെ ലോജിക്ക് കാണും, സെല്ല് പറയുന്നവർക്ക് അവരുടെ കാണും. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു പ്രോഫിറ്റബിലിറ്റിയാണ് ഇത്തരം കമ്പനികളുള്ളത്. ഇപ്പം കുറച്ച് ആളായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ കാണണം. അതേപോലെ നേരത്തെ പറഞ്ഞ ഓരോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ ഇനി അത് എങ്ങനെ കിക്കിൻ ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇതിനെ ഞാനൊരു വെല്ലുവിളിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പോസിബിലിറ്റി കാണുന്നൊരു അപ്പുറത്തുണ്ടാവും. പക്ഷേ മാർക്കറ്റ് സംബന്ധിച്ച് ആ സമയത്ത് സെൻറ്റിമെൻറ്റ്സ് ആണ് അതിൻ്റെ ഒരു പ്രൈസിനെ ഡ്രിവൺ ചെയ്യാൻ നോർമലി. ഇപ്പം എന്നിരുന്നാലും ഒരു നിയർ ടൈം അത്ര അട്രാക്റ്റീവ് അല്ലെന്നാണ് എനിക്കിത് നോക്കിയിട്ട്. കാരണം റവന്യൂ കൂടുന്നുണ്ട്, പ്രോഫിറ്റ് ഡ്രോപ്പ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റിയുടെ പ്രശ്നം, മാർക്കറ്റ് ആ ഒരു ഷെയർ അവരൊരു റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇത് ബ്ലിങ്കിറ്റിൻ്റെ അത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇത് കാണണം. ഈ ഇപ്പം ഇങ്ങനത്തെ ക്വിക്ക് കൊമേഴ്സിൻ്റെ ഇത് വന്നുകൊണ്ടാണ് ഇടക്കാലത്ത് റിലയൻസും കഴിഞ്ഞ ഒരു വർഷത്തോളം ശരിക്കും പറഞ്ഞാൽ പുറകെ നിന്നിരുന്നത്. ഇതുകൊണ്ട് ഇത്ര എക്സെപ്ഷണലായിട്ട് അത്ര നല്ല റിസൾട്ട് വന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ ജിയോ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരു IPO ഒക്കെ നടക്കുന്നുണ്ട്. റിലയൻസ് ആക്ച്വലി കയറിപ്പോയി. റിലയൻസ് ഒരു വർഷത്തോളം പിടിച്ചിട്ട് മെയിൻലി അവർ അഗ്രസീവായിട്ട് സ്മാർട്ട് അവർ റീറ്റെയിൽ ചെയിൻ വളരെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ക്വിക്ക് കൊമേഴ്സ് എന്നുള്ള ഒരു ഇത് വന്നതും അവർ സ്ട്രാറ്റജീനെ തന്നെ ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലോട്ട് വന്നതുകൊണ്ടാണ് ആക്ച്വലി ഒരു വർഷത്തോളം റിലയൻസ് പുറകെ നിന്നിരുന്നത്. ഇപ്പോൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള റിസൾട്ട് വന്നു. റിസൾട്ടിനൊക്കെ ഗൈഡൻസിൽ അവരെ കോൺഫിഡൻസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ജിയോയുടെ IPO പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഘടകങ്ങൾ കൊണ്ടാണ് റിലയൻസ് ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇതേ സാധനം തന്നെ ലോജിക്ക് ഇവർക്കെതിരെയും നമുക്ക് അപ്ലൈ ചെയ്ത് ഇത്രയൊക്കെ ചെയ്തു, ഇതിൻ്റെയൊക്കെ ബാക്കി കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ അത്ര ലോങ് ടൈമിലേക്ക് വളരെ റിസ്ക് ടോളറൻ്റ് ആയിട്ടുള്ളവർക്ക് ശ്രമിക്കാം. ഞാൻ ഇച്ചിരി കൂടെ ഒരു കൺസർവേറ്റീവ് ടൈപ്പ് അപ്രോച്ച് എപ്പോഴും എടുക്കുന്നതാണ്. മുതൽ മുടക്കിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതില്ലാതെ ചെയ്യുന്നവരുണ്ട്. എപ്പോഴും രണ്ട് കാഴ്ചപ്പാടുണ്ട്, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിയർ ടൈമായിട്ട് ഒരു അത്ര അട്രാക്റ്റീവ് ആണ് തോന്നുന്നില്ല. അതോടൊപ്പം ഇന്നിപ്പോൾ ഓട്ടോ സ്റ്റോക്സ് ആയിരുന്നു ഏറ്റവും അധികം ലാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല ഓട്ടോ സ്റ്റോക്സും ഇന്ന് ഇടിവായിരുന്നു. പക്ഷേ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇന്ന് 1.5% ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ അവരുടെ സെയിൽസ് നമ്പേഴ്സ് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് ഓട്ടോ സ്റ്റോക്സിൽ കാണാൻ സാധിച്ചിരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സെയിൽസ് ഒക്കെ തന്നെ പലപ്പോഴും പല കമ്പനികളിലും കുറവാണ്. എക്സ്പോർട്ടിൽ തന്നെ വലിയ തോതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കണക്കെടുക്കുമ്പോൾ ഓവറോൾ സെയിൽസിൽ 6% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് നോക്കുമ്പോഴും 75,521 യൂണിറ്റുകളാണ് ഇത്തവണ അവർ വിറ്റഴിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അവർ ആഭ്യന്തര മാർക്കറ്റിലുള്ള അവരുടെ സെയിൽസ് നോക്കുന്ന സമയത്തും 7% ഒരു കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. സോ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിലാണെങ്കിലും വരുന്ന ക്വാർട്ടേഴ്സിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കൺസേൺ ആയിട്ട് ടാറ്റ മോട്ടോഴ്സിനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു താരിഫിൻ്റെ ഒരു കൺസേൺസ് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഓട്ടോ താരിഫ്സിന് റിലീഫ് വരുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ US ഭാഗത്തു നിന്ന് വരുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പം ഇന്ന് ടാറ്റ മോട്ടോഴ്സ് മെയിനായിട്ടും മുന്നേറാനുള്ള ഒരു ഇത് കാണിച്ചത്. ഇപ്പം ബാക്കിയുള്ള ഓട്ടോ സെക്ടറുകളൊക്കെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വിചാരിച്ച രീതിയിൽ നിന്നും താഴെ പ്രതീക്ഷയിൽ മാർക്കറ്റ് പ്രതീക്ഷയിൽ താഴെ വന്നുകൊണ്ടാണ് ഓട്ടോ സ്റ്റോക്സിൽ മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി കണ്ടത്. പക്ഷേ ഈ ഇന്ത്യ ഈ ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള ഓട്ടോ സെക്ടറിനും ഒരു നേരത്തെ ഒരു സെക്ടർ വൈസ് ആയിട്ട് താരിഫ് ആദ്യം ഏർപ്പെടുത്തിയ March 25-ന്. അതിനുശേഷം പിന്നെ അത് റീതിങ്ക് ചെയ്യാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യ US ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് എത്തിയാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് മെയിനായിട്ടും കയറിയവർക്ക് ഒരു 500 കോടി ഒരു ഫണ്ട് റൈസിങ് പ്ലാൻ ഇന്ന് ഒരു ഡയറക്ട് ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടിയിട്ടില്ല. വൈകുന്നേരത്തിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കുമ്പോഴായിരിക്കും നമുക്കും അതിൻ്റെ റിലീസ് കിട്ടുക. പക്ഷേ എനിവേ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ആ ഒരു ഫണ്ട് റൈസിങ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് നടന്നിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്നൊരു പോസിറ്റിവിറ്റി കണ്ടത്. പിന്നെ നോക്കുകയാണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് മുന്നോട്ടുള്ള ഒരുപാട് ഇവൻറ്റുകൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഓഹരിയാണ്. ഇപ്പം കൊമേഴ്ഷ്യൽ പാസഞ്ചർ വെഹിക്കിളിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട്, ഡീമർജർ വരുന്നുണ്ട്. അത് ബൈ ഒക്ടോബറിലോടുകൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്ത പ്രോസസ്സുകളൊക്കെ വരും. പിന്നെ ഇതിനിടയ്ക്ക് ടെസ്ലയുടെ ആ ഒരു എൻട്രി ഒക്കെയാണ് ഇവരെ കരിച്ചിപ്പോഴത്തെ EV സെക്ടറിൽ ഒരു മാർക്കറ്റ് ലീഡറായിട്ട് നിന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇപ്പോഴത്തെ അവരൊരു എൻട്രി പറഞ്ഞേക്കുന്ന അവരുടെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റും പ്രൈസും ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് നിലവിൽ വലിയ വെല്ലുവിളി നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ കോമ്പറ്റീഷൻ ചെയ്യും ഒരു ഗ്ലോബൽ പ്ലെയറൊക്കെ വരുമ്പോൾ ഉള്ളൊരു ആ ഒരു ഡൈനാമിക്സ് മാറുന്നതൊക്കെ ടാറ്റ മോട്ടോഴ്സിനെ ബാധിക്കും. ഇതിൽ അവരത് മുൻകൂട്ടി കണ്ടു ഡീമർജർ ചെയ്തിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ May 13-നാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ടുകളൊക്കെ എൻ്റെ ഒരു ഒപ്റ്റിമിസം ആയിരിക്കാം ഇങ്ങനെ നിൽക്കുന്ന. പിന്നെ ഈ ട്രേഡ് വാറിനെ സംബന്ധിച്ച് ആ ഒരു ഇത് വരികയാണെങ്കിൽ അതിൻ്റെ JLR സംബന്ധിച്ച് ഇപ്പോൾ JLR March 25-ന് ആ സെക്ടർ താരിഫ് വന്നതിന് ശേഷം JLR US-ലേക്കുള്ള എക്സ്പോർട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെയാണ്. മെയിനായിട്ട് ഫണ്ട് റൈസിംഗ് പ്ലാൻ ആയിരിക്കും
ഇന്ന് ടാറ്റ മോട്ടോഴ്സിന് പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ NCC ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു. NCC സംബന്ധിച്ച് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ഓർഡർ കിട്ടി, ഏപ്രിലിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഓർഡറിൻ്റെ കണക്കുകളും കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് പിന്നാലെ 2.5% നേട്ടത്തിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 217 രൂപ എന്നുള്ള റേഞ്ചിലാണ് വിവിധ കോൺട്രാക്റ്റുകൾ കിട്ടിയെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ NCC സംബന്ധിച്ച് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഇവിടെ ഒരു ഡിസ്കഷനിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മിഡ് ക്യാപ് സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഈ നവംബർ ടൈമിൽ, അതായത് ആ ദീപാവലി സമയത്ത് കുറേയധികം ബ്രോക്കറേജുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തുടർന്നൊരു സ്റ്റോക്കാണ് NCC. പക്ഷേ NCCയുടെ മൂന്നാം പാദ റിസൾട്ടുകൾ വന്നതിന് ശേഷം ഭയങ്കര ഒരു ഇടിവായിരുന്നു NCCയുടെ സ്റ്റോക്കിൽ നമ്മൾ കാണാൻ സാധിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 13% കുറവ് നെറ്റ് പ്രോഫിറ്റിൽ മൂന്നാം പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരുന്നു. അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. വരുമാനത്തിൽ വളരെ മാർജിനലായിട്ടുള്ള ഗ്രോത്ത് രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷേ അന്ന് ബ്രോക്കറേജസ് ഒക്കെ വിലയിരുത്തിയിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഏറ്റവും അധികം പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു സാധ്യത NCCക്ക് കുറേയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു റേഞ്ചിൽ കുറേയധികം സ്റ്റോക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുഹൂർത്ത ട്രേഡിംഗ് വെച്ച സമയത്ത് നമുക്ക് ഈ ബ്രോക്കറേജ് പിക്സിൽ ഏറ്റവും അധികം ഉൾപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു പേരായിരുന്നു NCC ലിമിറ്റഡ്. ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിരുന്നെങ്കിൽ പോലും ബ്രോക്കറേജ് ഒപ്റ്റിമിസ്റ്റിക്കായി തുടർന്നൊരു സ്റ്റോക്കായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു കറക്ഷൻ കണ്ടു, വലിയൊരു ഗ്രോത്ത് റിക്കവറി നമുക്ക് ആ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. NCC സംബന്ധിച്ച് ഒരു വ്യൂ എന്തായിരിക്കും? ഇപ്പോൾ ഓർഡറുള്ളവർക്ക് കണ്ടിന്യൂസ്ലി കിട്ടുന്നുണ്ട്. ഇപ്പം മാർച്ചിൽ തന്നെയാണെങ്കിലും ഏകദേശം 5370, അതായത് ഏകദേശം 1800 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് പുറമെയാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് 1663 കോടി രൂപയുടെ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡർ കിട്ടിയാൽ ഓർഡർ ബുക്ക് സ്ട്രോങ് ആകുമെന്ന് പറയുമ്പോൾ റവന്യൂ വിസിബിലിറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം. മാർച്ചിൽ 10,804 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. BSNL നിന്ന് മെയിൻ ആയിട്ടുള്ള ഒരു ഓർഡർ അവർ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു എക്സിക്യൂഷനാണ് ഇതിനോട് ശ്രദ്ധിക്കാനുള്ളത്. നിലവിൽ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്ന ഒരു ഓഹരി തന്നെയാണിത്. ഈ സ്ട്രോങ് ഓർഡർ ഫ്ലോ കിട്ടുന്നതും അത് ഇനി എക്സിക്യൂഷനാണ് അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഒരു ഓർഡർ ബുക്ക് എത്ര സ്ട്രോങ് ആകുന്ന റവന്യൂ വിസിബിലിറ്റി നൽകുന്നൊരു ഘടകം തന്നെയാണ്. അപ്പം അതിലൂടെ തന്നെ നോക്കുകയാണെങ്കിലും റവന്യൂ ഗ്രോത്തിനുള്ള സാധ്യതകൾ ശക്തമാണെന്ന് നമുക്ക് കാണാം. എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാകും. ഒരു നോക്കുകയാണെങ്കിൽ നിയർ ടു മിഡ് ടൈമിലേക്ക് ഈ ഓർഡർ ബുക്കിനെ വെച്ച് തന്നെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് എലമെന്റ്സ് ആണ് അതിൽ കാണാൻ കഴിയുന്നത്. ഇപ്പൊ നാലാം പാദ റിസൾട്ടുകളും കൂടി വന്നു കഴിഞ്ഞാലാണ് അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടാകുന്നത്. നാലാം പാദം ഇത്ര സ്ട്രോങ് ഓർഡർ ബുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇയർ ഓൺ ഇയർ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നോർമലി പറയാറ്. ഇത്ര ഓർഡർ ബുക്ക് ഉള്ളവരെ സംബന്ധിച്ച് നമ്മൾ നമുക്ക് സീക്വൻഷ്യലായിട്ടുള്ള ഗ്രോത്ത് എപ്പോഴും നോക്കുന്നത് നല്ലതാണ്. കാര്യം അപ്പോഴാണ് നമുക്ക് ഇവരൊരു ഓപ്പറേഷണൽ അല്ലെ എക്സിക്യൂഷൻ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന സീക്വൻഷ്യലായിട്ടുള്ള ഗ്രോത്തോട് നോക്കുമ്പോഴാണ്. അപ്പം അത് റിസൾട്ട് വന്നു കഴിയുമ്പം അനലൈസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 24,346 എന്ന റേഞ്ചിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ സെഷനിലാണ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. തുടക്കത്തിൽ ആ ഒരു നേട്ടം ഉണ്ടായിരുന്നു, അതായത് 24,589 എന്ന റേഞ്ചിലേക്ക് പോയിരുന്നു. പക്ഷേ ആ ഒരു നേട്ടം കംപ്ലീറ്റ് കൈവിട്ടിട്ട് ക്ലോസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. എന്തൊക്കെ റീസൺസ് ആയിരിക്കും മേ ബി ഈ ഒരു ലെവലിലോട്ട് ക്ലോസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് തോന്നുന്നത്? ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് പറയാം. നമുക്ക് റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് ടേബിളിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റിക്കവറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് തീരെ പ്രതീക്ഷിക്കാതെ പഹൽഗാമിൽ അറ്റാക്ക് വന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നമുക്ക് മാർക്കറ്റിന് മുന്നിലേക്ക് വന്നത്. അപ്പം ഈ ട്രേഡ് വാറൊക്കെ സംഭവിച്ച് ഈ ചൈനയിൽ നിന്നുള്ള കമ്പനികൾ പുൾ ഔട്ട് ചെയ്ത ഒരു മാനുഫാക്ചറിങ് മേഖലയിൽ ഇന്ത്യക്ക് ഒരു മുന്നേറ്റം കിട്ടും എന്നുള്ളൊരു അവസ്ഥ വന്നതിൻ്റെ പോസിറ്റിവിറ്റിയിലേക്കാണ് നമ്മൾ April 7 വളരെ സ്ട്രോങ് ആയിട്ട് റിക്കവർ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറയുന്നതിനെ എല്ലാം പല രീതിയിലും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീറ്റാലിയേഷൻ ആ ഒരു രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ഡെവലപ്മെൻറ്റും പോസിറ്റിവിറ്റി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ ഇന്ത്യ പാക് ഉള്ള അതിർത്തിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ അവധാനത്തോടെ കൈകാര്യം ചെയ്യുന്നതിനാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് റിപ്ലൈ എന്ന് അറിയുന്നിടം വരെ മാർക്കറ്റിനെ സംബന്ധിച്ച് അതങ്ങനെ
ഒരു നമ്മളൊരു നെള്ളിക്കുന്നുണ്ട്. അതാണ് അത് ഇൻവെസ്റ്റർ സെന്റിമെൻറ്റ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പം 2 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്, കോഷ്യസ് അപ്രോച്ച് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒന്ന് റാലിയുടേത്. പിന്നെ ഈ ഇന്ത്യ പാക് ടെൻഷൻസിൻ്റെ ഒരു ഇതുണ്ട്. കാര്യം എന്ത് ഡെവലപ്മെൻറ്റ് ഈ വീക്കെൻഡിൽ വരും എന്നുള്ളത് നമുക്കറിയാത്തതുകൊണ്ട് തന്നെ. അപ്പം ഇവിടെ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ 2016-ലും 2019-ലും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ, എയർ സ്ട്രൈക്ക് നടത്തിയപ്പോൾ തിരിച്ച് റിറ്റാലിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പല നമ്മളതിൻ്റെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, ജിയോ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ അതൊരു അണ്ടർലൈൻ ഞാൻ നോക്കുമ്പം ഇത്തവണ ചിലപ്പോൾ അവർ റെസ്പോൺസ് ചിലപ്പോൾ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. പല ഘടകങ്ങളും ഉണ്ട് അതിൻ്റെ പുറകിൽ. നമുക്കങ്ങനെ പൊളിറ്റിക്കൽ ഇതിനകത്ത് ഇടപെടുത്തുന്നതുകൊണ്ട് ഇടപെടുത്താത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് കൂടുതൽ എന്തെങ്കിലും സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ട കാര്യം. നഷ്ടപ്പെടാൻ നമുക്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ സിനാറിയോ ഒക്കെ മാറി വരുമ്പോൾ ചൈന +1 തിയറിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്താണ് ഇത്ര ഒരു പ്രശ്നം നമുക്ക് തലവേദന വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്ത്യയുടെ റിപ്ലൈ എന്നുള്ളത് വളരെയധികം മാർക്കറ്റ് സമയം ക്രൂഷ്യലാണ്. അപ്പം അതിന് ശേഷമായിരിക്കും ആ ഒരു വിഷയം എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നറിയാം. ഇപ്പം 2 ദിവസം മുന്നെയാണ് സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്ന് വിഴിഞ്ഞത്ത് വന്നപ്പോഴും ഇത്ര നിർണായകമായിട്ടുള്ള യോഗത്തിനിടയ്ക്കും ഡെവലപ്മെന്റിനെ കൂടുതലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനത് സൈന്യം വേണ്ടത് ചെയ്തോളും, ക്ലിയർ ആയിട്ട് അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം സിനാറിയോ മനസ്സിലാക്കിയാണ് ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വരുന്നിടം വരെ ചെറിയൊരു അസ്വസ്ഥത നമ്മളെപ്പോഴും നിൽക്കും. പിന്നെ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും ഇത് സംഭവിക്കുക. അപ്പം 16-ലും 19-ലും പോലെ ഒരു വൺ സൈഡായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ എങ്ങനെയാണ് റീറ്റാലിയേഷൻ എന്നുള്ളത് ആ ഒരു കൺസേൺ എപ്പോഴും മാർക്കറ്റിൻ്റെ മുന്നിലുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് ഇതിലൂടെ സ്റ്റഡി ആയിട്ട് നിൽക്കേണ്ട ടൈം ആയിരുന്നു. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വാർ കൈൻഡ് ഓഫ് ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ നമ്മുടെ മാർക്കറ്റിൽ എമർജ് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സെക്ടറിലൊന്ന് ബാങ്കിങ്ങും റിയൽ എസ്റ്റേറ്റും ഒക്കെയാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ റിക്കവറിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ബാങ്കിങ് സെക്ടർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീക്ക്നെസ് അപ്പോൾ അവിടെ എങ്ങനെ നിലനിൽക്കും, അതിൻ്റെ ഒരു വിഷയമുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് അത് എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരാതെ ഒരു മാർക്കറ്റിന് ക്ലിയർ കട്ടായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ത്യ US-ൻ്റെ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് ഇപ്പോൾ ഈ മാസത്തിനുള്ളിൽ വരികയാണ്. മോസ്റ്റ് പ്രോബ്ലി വരാൻ സാധ്യതയുണ്ട്. ഇപ്പം JD Vance നിൽക്കുന്ന സമയത്താണ് ഈ അറ്റാക്കെല്ലാം ഉണ്ടായത്. അങ്ങനെ ഒരു പല പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു റിട്ടേൺ അല്ലെങ്കിൽ റിക്കവറി മാർക്കറ്റിൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ മാസം ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നത് തെറ്റില്ല. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിലും നിഫ്റ്റി 50-യുടെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിൽ നോക്കുമ്പോൾ 6 തവണയും മാർക്കറ്റ് പോസിറ്റീവിലാണ് മന്ത്ലി ബേസിസിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 500-ൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ NSE 500 നോക്കുകയാണെങ്കിൽ 7 out of 10 മെയിൽ പോസിറ്റീവാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ നമുക്ക് അനുകൂലാവസ്ഥയുണ്ട്. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു റിസ്ക് കൺസേൺ ആയിട്ടുള്ളത്. അതേസമയം തന്നെ ഏറ്റവും വലിയ ട്രിഗർ ആകാൻ നിൽക്കുന്നത് ഇന്ത്യ-US-ൻ്റെ ട്രേഡ് എഗ്രിമെൻറ്റ്, ഇന്ററിം ട്രേഡ് എഗ്രിമെൻറ്റ് വരെയാണ് മാർക്കറ്റിന് വളരെ ട്രിഗർ ചെയ്യപ്പെടുന്ന പോസിറ്റീവ് ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാത്രമല്ല FPIs-ന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലോ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അതിന് മുന്നുള്ള സെഷനുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നേരിയ ഒരു ബൈങ് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ ഒന്ന് റിപ്പോർട്ട് പ്രകാരം DIS-ൻ്റെ മൊത്തം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സ്റ്റേക്ക് FIS-നെ കവിഞ്ഞിട്ടുണ്ട്. അപ്പോൾ DSS സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റെബിലിറ്റി നൽകുന്ന ഘടകമാണ്. എനിവേ ഇപ്പോൾ റുപ്പി സ്ട്രോങ് ആയിട്ടുണ്ട്. റുപ്പി വളരെ അപ്രീഷിയേറ്റ് 84 ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് 100 താഴെ പോയതിന് പക്ഷേ ഇന്ന് രാവിലെ തിരിച്ചത് കയറിയിട്ടുണ്ട്. അത് അപ്പം FIS തിരിച്ചു വരുന്ന വേറെ അവർക്ക് ഈ സംബന്ധിച്ച് ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ അൺസൈറ്റിന് നിൽക്കുമ്പോൾ വളരെ ക്ലാരിറ്റി ആയിട്ടും വളരെ പോസിറ്റീവായിട്ട് നിന്നിരിക്കുന്ന ഒരു എമർജിങ് ആയിട്ടുള്ള മാർക്കറ്റ് ഇന്ത്യയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തിരിച്ചു വന്നേ പറ്റൂ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം അത്രയും ഏപ്രിലിന് ശേഷമുള്ള റിക്കവറി നമുക്ക് അത്രയും പോസിറ്റീവായിട്ട് കുറേ വാർത്തകൾ വന്നു. നമ്മൾ ട്രേഡ് എഗ്രിമെൻറ്റിന് ചെയ്യുന്നു, നമ്മൾ റീറ്റാലിയേഷൻ്റെ യൂണിലാറ്ററലായിട്ടാണ്, അതായത് ഏകപക്ഷീയമായിട്ടാണ് US ഇതെല്ലാം ഈ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയതെങ്കിലും നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ തിരിച്ച് റിറ്റാലിയേഷനായിട്ട് പോകാതെ, ഇന്ത്യ പോകാതെ അതിനോട് നെഗോസിയേഷൻ്റെ ഭാഗം നിന്നിട്ടുള്ളതിൻ്റെ കൊണ്ടാണ് ആദ്യം US-യുമായിട്ട് ട്രേഡ് എഗ്രിമെൻറ്റ് നടക്കാനുള്ള ലിസ്റ്റിൽ അവർ പോലും മീൻസ് US പോലെ ഇന്ത്യനെയും സൗത്ത് കൊറിയ പിന്നെ ജപ്പാനൊക്കെ ഒരു പരമ്പരാഗതമായിട്ട് ഒരു അലൈ രാജ്യമാണെന്നെങ്കിലും പറയാം. അപ്പോൾ അതെല്ലാം നോക്കുമ്പം ഇവരോട് അധികം ഒട്ടും നിൽക്കാത്ത രാജ്യങ്ങൾ ഒട്ടും ഇന്ത്യയാണുള്ളത്. അപ്പോൾ അത് അവധാനത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ FIS വന്നതാണ്. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആണ് ഇപ്പം നമ്മൾ കൺസേൺ ആയിട്ടുള്ളത്. എന്തായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും സ്റ്റോക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.